യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1, 2, 3 വാക്യങ്ങൾ ദൈവമക്കൾക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരു വാക്കാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു വാക്ക്. യോഹന്നാൻ 14-ാം അധ്യായം 1, 2, 3 വാക്കുകൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഏത് മനുഷ്യനെ തൊട്ടുണർത്തുന്ന ഒരു വാക്കാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹൃദയം കലങ്ങാത്ത ദിവസങ്ങളുണ്ടോ? ഹൃദയം കലങ്ങാത്ത ആഴ്ചകളുണ്ടോ? ഹൃദയം കലങ്ങാത്ത മാസങ്ങളുണ്ടോ? ഓരോ ദിവസവും ഓരോ വേദനകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്കുണ്ട്. എല്ലാ മനുഷ്യർക്കും ഒരു പ്രയാസത്തിന്റെ ഒരു കാലം തന്നെയാണ്. ഓരോ പ്രതിസന്ധികളും നമ്മെ ശക്തരാക്കുകയാണ്. നമ്മെ കുഴച്ചു കളയുകയല്ല, നമ്മളെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് പിടിച്ച് കയറ്റുകയാണ് ഓരോ പ്രതിസന്ധികളും. കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്. ലോക മനുഷ്യന് പ്രതിസന്ധി തകർച്ചയാണ്. എന്നാൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവർക്ക് ഓരോ പ്രതിസന്ധിയും കൃപമേൽ കൃപയുള്ളതാണ്, ബലത്തിന്റെ മേലെ ബലമുള്ളതാണ്. ഇവിടെ യേശു പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മാർച്ച് മാസത്തിലേക്ക് കയറിയ ദൈവസഭയോട് കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, നിങ്ങളുടെ ഹൃദയം. എന്തുകൊണ്ടാണ് കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞത്? കലങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകും. എന്നാൽ യേശു ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ ഞാൻ ഒട്ടും സമ്മതിക്കത്തില്ല. അങ്ങനെ പറഞ്ഞോ കർത്താവ്? ഇല്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങും. പക്ഷെ കലങ്ങി 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 പോകരുത്. കലങ്ങും നിങ്ങളുടെ ഹൃദയം, പക്ഷെ നിങ്ങൾ തീർന്നു പോകത്തില്ല. കലക്കമുണ്ടാകും, വേദനകൾ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ തീർന്നു പോകത്തില്ല. ആർക്കുമില്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകും. യേശു അതുകൊണ്ട് ധൈര്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. 2-ാം വാക്യം, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. അടുത്തത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും, എല്ലാവരും ഒന്ന് പറഞ്ഞേ, പിന്നെയും. അതാണ് കർത്താവിന്റെ പരിപാടി. പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം ഞാൻ പോകുമ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാൻ കൂടെയുള്ളപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ട്. പത്രോസേ, യോഹന്നാനെ, യാക്കോബേ, ഞാൻ പോകുമ്പോൾ നിങ്ങൾ കലങ്ങിപ്പോകരുത്. ഇന്ന് നിങ്ങൾക്കൊരു ധൈര്യമുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്, നിങ്ങളുടെ ഒപ്പത്തിനൊപ്പമുണ്ട്, നിങ്ങളുടെ പടകിലുണ്ട്, നിങ്ങളുടെ ഭവനത്തിലുണ്ട്, നിങ്ങളുടെ കൂടെ നടക്കാനുണ്ട്, നിങ്ങളുടെ കൂടെ ഉണ്മാനുണ്ട്, നിങ്ങളുടെ കൂടെ ഉറങ്ങാനുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ ശരീരം വിട്ട് ഒരു സ്ഥലത്തേക്ക് പോകും. യേശുവിനറിയാം യേശു എവിടേക്ക് പോകുന്നെന്ന്. വേറെ ആർക്കും അറിയില്ല. എന്നാൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? യേശു മരിച്ചു എന്ന് കേട്ടപ്പോൾ ഇവര് കലങ്ങിപ്പോയി. കലങ്ങി എന്ന് പറഞ്ഞ നാല് വഴിക്ക് പോയി. എല്ലാം പിന്മാറ്റത്തിൽ പോയി. ഒരെണ്ണം പോലും കർത്താവിന് വേണ്ടി നിന്നില്ല. എല്ലാം കലങ്ങിപ്പോയി. കലങ്ങിപ്പോകരുതെന്ന് പറഞ്ഞിട്ട് പോലും ഇവരെന്ത് പറ്റി? ഇവര് കലങ്ങിപ്പോയി. മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് കർത്താവിന് നേരത്തെ അറിയാം. കലക്കങ്ങളും വേദനകളും തകർച്ചകളും അവരെ ചിതറിച്ചു കളയുമെന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ട് കർത്താവ് നേരത്തെ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിലും എന്നിലും വിശ്വസിപ്പീൻ. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് പോകുന്നത്. ഞാൻ നിങ്ങളെ അനാഥരായി ഇട്ടേച്ച് ഒറ്റപ്പെടുത്തി തള്ളിക്കളഞ്ഞു പോവുകയല്ല, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും.
ഈ വാക്ക് നിങ്ങളുടെ അകത്ത്, എൻ്റെ അകത്ത് കയറി വരട്ടെ, കയറി വരട്ടെ. ചില ദിവസങ്ങളായിട്ട് ഈ വാക്ക് എൻ്റെ ഉള്ളിൽ എങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില വാക്കുകൾ എന്ന് നമ്മുടെ മനസ്സിൽ എങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കണം. അതായത് യേശു പറയുകയാണ്, ഞാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. ഞാൻ എത്ര നിലയിലാണോ എത്തുന്നത് അത്രയും ഉയർന്ന നിലയിൽ നിങ്ങളും വരണം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജീവൻ തരുവാൻ വന്നതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നെ വന്നതാണ്. ഞാൻ നിങ്ങളെ ചേർക്കാൻ വന്നതാണ്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. ഞാൻ പോയാൽ നിങ്ങളെ ചേർക്കുവാൻ വേണ്ടി ഞാൻ വരും. എന്തിനാണ്? ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എന്താണ്? കർത്താവ് ഇരിക്കുന്ന അതേ നിലയിൽ നാം ഇരിക്കണം. കർത്താവായിരിക്കുന്ന അതേ അളവിൽ, കർത്താവായിരിക്കുന്ന അതേ അനുഗ്രഹത്തിൽ, കർത്താവായിരിക്കുന്ന അതേ പദവിയിൽ, കർത്താവായിരിക്കുന്ന അതേ മാന്യതയിൽ, കർത്താവിന് ലഭിക്കുന്ന അതേ പുകഴ്ചയിൽ നമ്മളായിരിക്കണമെന്ന് നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞതല്ല, കർത്താവിന്റെ വചനം പറയുന്നു. എത്ര പേർക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയും? കേട്ട വചനം നമുക്കിത് പ്രയോജനമായി തീരണം. കർത്താവായിരിക്കുന്ന അതേ അളവിലേക്ക് നാം വർദ്ധിച്ചു വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇത് സ്വർഗത്തെക്കുറിച്ചുള്ളൊരു കാര്യമാണ്. എന്നാൽ ഈ ഭൂമിയിൽ നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ജീവിതത്തിൽ പോലും ഇന്ന് കർത്താവ് സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്തുണ്ട്. അപ്പോൾ തന്നെ 2 or 3 പേർ കൂടുന്നതിന്റെ നടുവിൽ കർത്താവ് ഇതിന്റെ നടുവിലുമുണ്ട്. സർവവ്യാപിയായ, സർവശക്തനായ, സർവജ്ഞാനിയായ ആ കർത്താവ് വചനമായി നമ്മുടെ നടുവിലുണ്ട്. അപ്പോൾ തന്നെ അവൻ ആത്മാവായിട്ട് നമ്മുടെ നടുവിൽ, നമ്മുടെ കൂടെയുണ്ട്. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ഈ കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന വലിയ കാര്യമാണ് നമ്മൾ അവിടെ കാണുന്നത്. എന്താണ്? നമ്മൾ കർത്താവായിരിക്കുന്ന അളവിൽ ആകണം. അത് കർത്താവിന്റെ മനസ്സാണ്. കർത്താവിന്റെ മനസ്സ് ഇന്ന് നമ്മൾ പഠിക്കുകയാണ്. കർത്താവായിരിക്കുന്ന അളവിൽ നമ്മളായിരിക്കണം. ഒന്നുകൂടി പറഞ്ഞാൽ, കർത്താവ് സ്വർഗത്തിലായിരിക്കുന്നത് പോലെ നാം സ്വർഗത്തിലായിരിക്കും. എത്ര പേർക്ക് ആ വാക്കിൽ ഉറപ്പുണ്ട്? നാം സ്വർഗത്തിൽ ചെന്നാൽ കർത്താവായിരിക്കുന്ന അളവിൽ നമ്മളായിരിക്കും. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ കർത്താവ് ജീവിച്ചപ്പോൾ കർത്താവ് ഭൂമിയിൽ ആയിരുന്ന അതേ അളവിൽ നമ്മളായിരിക്കും. ആയിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ മനസ്സതാണ്. കർത്താവിന്റെ മനസ്സതാണ്. നിങ്ങൾ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരല്ലോ എന്ന് നാം വായിക്കുന്നു. കർത്താവിന്റെ മനസ്സ് കർത്താവായിരിക്കുന്ന അളവിൽ നമ്മളായിരിക്കണം. നമ്മുടെ അളവ് കർത്താവായിരിക്കുന്ന ആ നിലയിൽ തന്നെ എത്തണം. കർത്താവ് ഈ ഭൂമിയിൽ എത്ര നിലവാരത്തിലായിരുന്നുവോ ആ നിലവാരത്തിൽ നമ്മളായിരിക്കണം എന്ന് കർത്താവിന് നിർബന്ധമാണ്. സ്വർഗത്തിൽ മാത്രമല്ല, ഈ ഭൂമിയിലെ ജീവിതത്തിലും. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിനുണ്ടായിരുന്ന ചില അളവുകൾ, നിലവാരം ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഒന്ന്, യേശുവിൻ്റെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത് യേശുവിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധമാണ്. അതിനെ നമ്മൾ മറ്റൊരു വാക്കിൽ പറയും പ്രാർത്ഥനാ ജീവിതം. പ്രാർത്ഥനാ ജീവിതം. യേശു ആയിരുന്ന അളവിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും നില എത്തണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ഞാൻ ആയിരിക്കുന്ന അതേ അളവിൽ നിങ്ങളും ആയിരിക്കണം. ഈ ഭൂമിയിൽ യേശുവിനെ ഏറ്റവും വിജയിയാക്കിയത് പിതാവുമായിട്ടുള്ള ഏറ്റവും അടുത്ത ബന്ധമാണ്. ഏറ്റവും അടുത്ത ബന്ധം. ഞാനും പിതാവും ഒന്നാണ്. ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 15 തൊട്ട് 21 വരെ യേശുവിന്റെ ഒരു ചരിത്ര സംഭവം നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്താണ്? അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടൽക്കരെ കഫർനൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. കൊടുങ്കാറ്റടിക്കയാൽ കടൽ കോപിച്ചു. അവർ 4-5 നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലിന്മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് കണ്ട് പേടിച്ചു. അവൻ അവരോട്, ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. ആമേൻ. യേശുവിനെ രാജാവാക്കാൻ വേണ്ടി ഒരു വലിയ സമൂഹം പദ്ധതിയിട്ടു. കാരണം എന്താണ്?
5 അപ്പം യേശു കയ്യിലോട്ടെടുത്തിട്ട് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി, 2 മീനും അതുപോലെ തന്നെ വാഴ്ത്തി. അതിനുശേഷം ഈ അപ്പം അങ്ങോട്ട് വർദ്ധിക്കാൻ തുടങ്ങി. ഈ മത്സ്യം അതുപോലെ വർദ്ധിക്കുവാൻ തുടങ്ങി. ഈ വർധനവ് കണ്ട് ഇവൻ തന്നെയാണ് നമുക്ക് രാജാവാകാൻ പറ്റിയവൻ. മനുഷ്യന്റെ മനസ്സറിയുന്ന, മനുഷ്യന്റെ വേദന അറിയുന്ന, മനുഷ്യന്റെ ശൂന്യത അറിയുന്ന, മനുഷ്യന്റെ ഇല്ലായ്മ അറിയുന്ന, ദൈവജനത്തിന്റെ സങ്കടം അറിയുന്ന, മനുഷ്യരായ നമ്മുടെ ക്ഷീണങ്ങൾ അറിയുന്ന ഇതുപോലൊരു ഹൃദയമുള്ളവൻ ആരുള്ളൂ? നമ്മുടെ പ്രശ്നങ്ങളിൽ ഇതുപോലെ നമ്മളെ സമൃദ്ധി കൊണ്ട് നിറക്കാൻ മറ്റാരുമില്ല എന്നൊക്കെ ഈ ജനം തീരുമാനിച്ചിട്ട് അന്ന് 5 അപ്പത്തിൽ നിന്നും 2 മീനിൽ നിന്നും തിന്ന് തൃപ്തരായ ജനം തീരുമാനിച്ചു യേശുവിനെ രാജാവാക്കണം. വലിയ പുരുഷാരം. അന്ന് ആ പുരുഷാരം യേശുവിനെ രാജാവാക്കിയാൽ ആ രാജ്യത്തിലെ രാജാവ് യേശുവാണ്. ഹേരോദാവ് രാജാവ് ഓടേണ്ടി വരും. പീലാത്തോസ് എന്ന നാടുവാഴി ഓടേണ്ടി വരും. കാരണം 5000 പുരുഷന്മാർ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികൾ ഉൾപ്പെടെ ഒരു വലിയ കൂട്ടം, ഒരു വലിയ സമൂഹം. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ലക്ഷങ്ങളില്ലാത്ത കാലത്ത്, 1000 മാത്രമുള്ള ജനസമൂഹമുള്ള കാലത്ത്, അന്ന് ഇസ്രായേലിലുള്ള ഏറ്റവും വലിയ സമൂഹം യേശുവിന്റെ ചുറ്റുമുണ്ട്. അവർ ഒരുമിച്ച് തീരുമാനിച്ചു യേശുവിനെ രാജാവാക്കാം. ജനങ്ങൾ യേശുവിനെ രാജാവാക്കാൻ തീരുമാനിച്ചു. ഉടനെ യേശു എന്ത് ചെയ്തു? യേശു മലയിലേക്ക് പോയി. എന്തിനു പോയി? പിതാവിന്റെ അടുത്തോട്ട് പോയി. സ്വർഗസ്ഥനായ പിതാവിനോട് ചേർന്ന് രാത്രികൾ മുഴുവനും ഇരുന്ന് കരഞ്ഞു, പിതാവേ, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു രാജാവാകാനല്ല, ഞാൻ രാജാതി രാജാവായി രണ്ടാമത് ഈ ഭൂമിയിൽ വരേണ്ടതാണ്. എന്നാൽ എന്റെ ഒന്നാമത്തെ വരവിൽ തന്നെ എന്റെ വഴി മറിച്ചു കളയുവാൻ പിശാചി മനുഷ്യരെ ഉപയോഗിക്കുന്നു. ഇതിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. പ്രലോഭനങ്ങളാണ്. കാരണം ഒരു ക്രൂശ് വരുന്നതിന് മുന്നമേ ഒരു കിരീടം യേശുവിന്റെ മുൻപിൽ വരികയാണ്. യേശുവിന് വെച്ചിരിക്കുന്ന വലിയൊരു കുരിശുണ്ട്. ആ കുരിശിന് മുൻപ് ഒരു കിരീടം തന്റെ തലയിൽ വരുന്നു. എന്നാൽ കുരിശിന് ശേഷം ലഭിക്കുന്ന കിരീടമാണ് നിലനിൽക്കുന്നതും ശ്രേഷ്ഠവുമെന്ന് യേശുവിന് അറിയാം. ഒരു കുരിശിന് ശേഷം ഒരു വലിയ കിരീടം തനിക്ക് പിതാവാം ദൈവം നൽകും. എന്നാൽ കുരിശിന് മുൻപ് കുരിശിനെ ഒഴിവാക്കാനുള്ള ഒരു കിരീടം, ഇത് ദൈവത്തിൽ നിന്നല്ല, പിന്നെ എവിടെ നിന്നാണ്? ഇത് പിശാചിൽ നിന്നാണ്. പിശാചിന്റെ ഒരു തന്ത്രമായിരുന്നു ഒരു കുരിശ് വരുന്നതിന് മുന്നമേ ഒരു കിരീടത്തിലേക്ക് വരിക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ കിരീടം ദൈവം വെച്ചിട്ടുണ്ട്, ഒരു പദവി ദൈവം വെച്ചിട്ടുണ്ട്, ഒരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. എന്നാൽ ആമേൻ, അതിൽ എത്തുന്നതിന് മുന്നമേ ദൈവം ചിലപ്പോൾ ഒരു കുരിശ് അനുവദിക്കുന്നുണ്ടാകും. ആ കുരിശിലൂടെ തന്നെയാണ് നമുക്ക് ആ കിരീടം ദൈവം വെച്ചിരിക്കുന്നത്. ഒരു വേദന ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന കൊണ്ട് നമ്മൾ തീരുകയല്ല, ആ വേദന നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നത് ഒരു വലിയ കിരീടത്തിലാണ്. ഇതുവരെ നമ്മളത് അനുഭവിച്ചിട്ടുണ്ട്. നമുക്ക് ദൈവം അനുവദിച്ച എല്ലാ വേദനകളുടെയും ഒടുവിൽ നമ്മൾ ഒരു കിരീടം കണ്ടിട്ടുണ്ട്, ഒരു മാന്യത കണ്ടിട്ടുണ്ട്, ഒരു അഭിവൃദ്ധി കണ്ടിട്ടുണ്ട്, ഒരു കൃപ അനുഭവിച്ചിട്ടുണ്ട്. ഇത് സ്വീകരിച്ചവർ, അനുഭവിച്ചവർ കൈകളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുരിശ് ലഭിക്കുന്നതിന് മുന്നമേ ഒരു കിരീടം. യേശുവിന് മനസ്സിലായി ഇത് ദൈവത്തിൽ നിന്നല്ല. ദൈവത്തിൽ നിന്നല്ലാത്തത് തിരിച്ചറിയാൻ എന്ത് വേണം? ദൈവകൃപ വേണം, ദൈവത്തിൽ നിന്നല്ല. നോക്കുമ്പോൾ ഇത്രയും വലിയ സമൂഹം, ഞാൻ ഇവർക്ക് അപ്പം കൊടുത്തതല്ലേ? ദൈവമേ, പിതാവേ, അങ്ങ് തന്ന കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ശുശ്രൂഷിച്ചപ്പോൾ അവരെനിക്ക് തരുന്ന ഒരു പദവിയല്ലേ? യേശു നേരെ മലയിലേക്ക് പോയി. യേശു മലയിലേക്ക് പോയത് അത്ഭുതങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലഭിച്ച അത്ഭുതത്തിന്റെ നടുവിൽ അഹങ്കരിച്ചു പോകാതിരിപ്പാൻ, നിഗളിച്ചു പോകാതിരിപ്പാൻ, താഴ്മയിൽ ജീവിപ്പാൻ. ഒരത്ഭുതം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവനെ പിടിച്ച് മറിച്ചിടാൻ പറ്റിയ രീതിയിൽ പിശാച് അടുത്ത തന്ത്രമായിട്ട് വരുമെന്ന് യേശുവിന് അറിയാമായിരുന്നു.
ഹല്ലേലൂയ. പിതാവിന്റെ സന്നിധിയിൽ ഇരുന്ന് കരഞ്ഞു കാണും, പിതാവേ എന്നെ സഹായിക്കണമേ. ആമേൻ. ഒരു കുരിശ് എൻ്റെ മുൻപിലുണ്ട്. അങ്ങ് എനിക്ക് ഒരു മരണം വെച്ചിട്ടുണ്ട്. ആ മരണത്തിലേക്ക് ഞാൻ കയറാനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. മരണത്തെ മരണം കൊണ്ട് തോൽപ്പിക്കാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എനിക്ക് ഈ ഭൂമിയിൽ ഒരു പദ്ധതിയുണ്ട്. അങ്ങ് എനിക്കൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. എന്നാൽ എന്നെ അങ്ങയുടെ പ്രോഗ്രാമിൽ നിന്ന് മാറ്റുന്ന മറ്റൊരു പ്രോഗ്രാം ഈ ഭൂമിയിൽ എനിക്ക് മനുഷ്യർ ഉണ്ടാക്കുന്നു, പിശാച് മെനഞ്ഞുണ്ടാക്കുന്നു. എന്നെ അതിൽ നിന്ന് വിടുവിക്കണമേ. ഇതിനകത്തിരിക്കുന്ന ഞാനും നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മാർച്ച് മാസം ദൈവം നമുക്കൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന പ്രോഗ്രാം അല്ലാതെ മറ്റൊരു പ്രോഗ്രാം പിശാച് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. അത് മനുഷ്യരിലൂടെ ആയിരിക്കാം നമ്മുടെ അടുക്കൽ കൊണ്ടുവരുന്നത്. എന്നാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ദൈവകൃപ ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, അങ്ങ് എനിക്ക് വെച്ചിരിക്കുന്ന ആ കുരിശിലൂടെ തന്നെ. പലരും വന്ന് പറയും, എടാ അത് വേണ്ട, അതില്ലാതെ തന്നെ നിനക്ക് ഞാനൊരു വഴി പറഞ്ഞു തരാം. കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതൽ പറയണം, ഞാൻ യേശുവിൻ്റെ പൈതലാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അഭിഷിക്തൻ. അതായത് ക്രിസ്ത്യാനി എന്ന വാക്കിന്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. എന്താണ്? ലൈക്ക് ക്രൈസ്റ്റ് അനോയിന്റഡ് വൺ. ക്രിസ്തുവിനെ പോലെ തന്നെയാണ് നമ്മുടെ അഭിഷേകം. ക്രിസ്തു പോയതുപോലെ തന്നെ ചില കുരിശ് ചുമന്നുകൊണ്ട് തന്നെ നമ്മൾ ആ കിരീടത്തെ നേടും. ഇന്ന് ചില വിഷയങ്ങളുണ്ട്, അത് ചുമന്നുകൊണ്ട് തന്നെ നമ്മൾ ആ കിരീടത്തിലേക്ക് ചെല്ലും. ഇന്ന് ചില വേദനകളുണ്ട്, അത് ചുമന്നുകൊണ്ട് തന്നെ നമ്മൾ ആ പ്രശ്നത്തിലേക്ക് പോകും. ഇന്ന് ചില പ്രതിസന്ധികളുണ്ട്, അത് നേരിട്ട് തന്നെ നമ്മൾ അതിനെ പ്രാപിച്ചെടുക്കും. പിശാച് പറയും, അതില്ലാതെ ഒരു ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു തരാം, പെട്ടെന്ന് രാജാവാകാനുള്ളത് പറഞ്ഞു തരാം. ആ വാക്യം ഒന്നുകൂടി വായിച്ച് 6-ാം അധ്യായത്തിൽ, തന്നെ പിടിച്ച് അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട്. യേശു നേരത്തെ അത് അറിഞ്ഞു. യേശു അത് പെട്ടെന്ന് മനസ്സിലാക്കി. അവരുടെ പ്ലാനുകൾ മനസ്സിലാക്കി. അവർ വന്നു കഴിഞ്ഞാൽ പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അവർ ദാവീദ് പുത്രനെ ഹോസന്നയൊക്കെ പാടി തലയിൽ ഒരു കിരീടം വെച്ചുകൊണ്ട് ഒരു രാജാവാക്കാൻ അധികം നേരമില്ല, സമയമില്ല. എന്നാൽ ഇത് അറിഞ്ഞ് യേശു പെട്ടെന്ന് പുരുഷാരത്തിന്റെ ഇടയിൽ നിന്ന് മാറിപ്പോയി. കാരണം തനിക്ക് ഇതുപോലൊരു ചെറിയ നിലവാരമല്ല സ്വർഗസ്ഥനായ പിതാവ് വെച്ചിരിക്കുന്നത്. കേവലം ഈ ശരീരത്തിൽ ജീവിച്ചുകൊണ്ട് ഒരു രാജാവാകാൻ, ഈ ഭൂമിയിലുള്ള സാധാരണ ഒരു രാജാവായി തീരാനല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശു ഭൂമിയിലേക്ക് വന്നത് ആത്മാവിൽ ജീവിച്ചുകൊണ്ട്, ആത്മമനുഷ്യനായി ജീവിച്ചുകൊണ്ട്, ഒരു ദൈവമായി ജീവിച്ചുകൊണ്ട് ഒരു രാജാവാകാൻ തന്നെയാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. യേശുവിന് അറിയാമായിരുന്നു താൻ എന്തിന് ഈ ഭൂമിയിലേക്ക് വന്നത്. നമ്മുടെ ഏറ്റവും വലിയ പരാജയം, നമ്മുടെ മുൻപിൽ പെട്ടെന്നൊരു ഓഫർ കിട്ടിയാൽ നമ്മൾ അതിലേക്ക് മാറി എങ്ങനെയും ഇന്നായിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നോക്കും. എന്നാൽ ഒരു പ്യൂപ്പ സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ചിത്രശലഭം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെയാണ് നാം നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് ഓടി മാറുന്നത്. ആ പ്യൂപ്പയ്ക്കകത്താണ് ഒരു ചിത്രശലഭം ഉണ്ടായി വരുന്നത്. സമയമാകുമ്പോൾ ആരും പൊട്ടിക്കാതെ, ആരും തകർക്കാതെ, ആരും ശാസിക്കാതെ തന്നെ ആ പ്യൂപ്പ പൊട്ടിപ്പോകും. ആ ചിത്രശലഭം പറന്ന് പുറത്തോട്ട് വരും. കൈകളടിച്ച് കർത്താവിന് നന്ദി പറ. നീ പുറത്തു വരും. നിന്റെ പ്യൂപ്പ സ്റ്റേജ് കഴിഞ്ഞ് നീ പുറത്തു വരും. നിനക്ക് ഒരു മരണം മാത്രമല്ല, ഒരു ഉയർപ്പുണ്ട്. ഓരോ പ്രശ്നത്തിലും ഒരു മരണം സംഭവിക്കുന്നുണ്ട്, ഒരു ഇല്ലായ്മ, ഒരു ശൂന്യത ഉണ്ടാകുന്നുണ്ട്, ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഓരോ പ്രശ്നം കഴിയുമ്പോഴും ഒരു ഉയർപ്പ് സംഭവിക്കുന്നുണ്ട്. ഒരു വലിയ കടഭാരം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വലിയ ഒരു ഉയർപ്പ്, ആ കടത്തിൽ നിന്ന് തന്നെ ഒരു ഉയർപ്പുണ്ടാകും. ഒരു കുടുംബ പ്രശ്നം വന്നെന്ന് കരുതി തളർന്നു പോകരുത്. അതിൽ നിന്ന് തന്നെ ഒരു പുതിയ കുടുംബമായിട്ട് നിങ്ങൾ ഉയർത്ത് പറന്ന് പുറത്തു വരുമെന്ന് ഞാൻ ആത്മാവിൽ പറയുകയാണ്. പിശാച് കൊണ്ടുവരുന്ന എളുപ്പ വഴിയിലേക്ക് പോകരുത്. അവൻ കൊണ്ടുവരുന്ന ഷോർട്ട് കട്ടുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. കർത്താവ് എന്ത് ചെയ്തു? നേരെ മലയിലേക്ക് പോയി. യേശു ഒരു ഉയർന്ന സ്ഥലത്തിരുന്നു. പ്രാർത്ഥനയുടെ ഉയർന്ന തലമാണ് യേശുവിനെ ജയാളിയാക്കി മാറ്റിയത്. രാത്രി മുഴുവൻ അങ്ങോട്ട് ഇരിക്കുകയാണ്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. കർത്താവേ പെട്ടെന്ന് വരണേ, നിങ്ങൾ പൊയ്ക്കോ. കർത്താവേ, കർത്താവ് എങ്ങനെ വരും? ഒരു വള്ളമേലേ ഉള്ളൂ.
സാരമില്ല, നിങ്ങൾ പൊയ്ക്കോ, എനിക്ക് എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരിക്കണം. എൻ്റെ ബുദ്ധിയെ മറിച്ചു കളയുവാൻ, എൻ്റെ പദ്ധതികളെ മറിച്ചു കളയുവാൻ മനുഷ്യർ കൊണ്ടുവരുന്ന, പിശാച് കൊണ്ടുവരുന്ന സകലത്തെ എനിക്ക് അതിജീവിക്കണമെങ്കിൽ എനിക്ക് യാമങ്ങളിൽ തുടരുന്ന ഒരു പ്രാർത്ഥനാ ജീവിതം വേണം. ഈ ഭൂമിയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പദവിയാണ് ഉയർന്ന തലത്തിലുള്ള പ്രാർത്ഥനാ ജീവിതം. 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്, 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറയുന്നത്. ഒരു വിഷയം വന്നാൽ നമ്മൾ ഉപവസിച്ച് 3-4 ദിവസം നമ്മൾ പ്രാർത്ഥിക്കും, നമുക്കത് അറിയാം. എന്നാൽ നിലനിൽക്കുന്ന ഉയർന്ന തലങ്ങൾ, ഏറ്റവും ഉയർന്ന തലങ്ങൾ, യേശുവിന് അവിടെ പ്രതികൂലമില്ല, യേശുവിന് അവിടെ ഒരു പ്രതിസന്ധിയില്ല, യേശുവിന് എല്ലായിടത്തും ഓശന്ന പാടുകയാണ്, യേശുവിനെ എല്ലാവരും ബഹുമാനിക്കുകയാണ്, യേശുവിനെ രാജാവാക്കാൻ പോവുകയാണ്. ഒരു നല്ല ഓഫറാണ് കിട്ടുന്നത്. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഓഫറുകളെ നിരസിക്കാനുള്ള ശക്തി ഇന്ന് ഇതിനകത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനുണ്ടാകണം. ദൈവത്തിൻ്റെ വഴിയാണോ? നിനക്കൊരു പുതിയ വാതിൽ തുറന്നു, നിനക്കൊരു പുതിയ വിദേശയാത്ര വന്നു, നിന്റെ കുടുംബജീവിതത്തിൽ നിന്റെ തലമുറയ്ക്ക് ഒരു കല്യാണാലോചന വന്നു, ഇത് ദൈവത്തിൽ നിന്നാണോ എന്ന് കണ്ടുപിടിക്കുവാൻ തനിയെ ഒരു ഉയർന്ന തലത്തിലേക്ക് കയറിയിരിക്കുമെങ്കിൽ ദൈവത്തിൽ നിന്നല്ലാത്തതെല്ലാം മാറിപ്പോകും. ദൈവത്തിൽ നിന്നുള്ളത് മാത്രമേ നമുക്കുണ്ടാകാവൂ. ജീവിതത്തിൽ നമ്മൾ അബദ്ധങ്ങളിൽ പോയി ചാടുന്നത് മനുഷ്യർ കൊണ്ടുവരുന്ന ഓഫറുകളിലോട്ടെല്ലാം നമ്മൾ കാലെടുത്ത് വെക്കും. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, പിതാവ് എന്ത് വെച്ചിട്ടുണ്ടോ അതിൽ മാത്രമാണ് യേശു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. നമ്മുടെ മനസ്സ് പലതിലോട്ടും ചായും. ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നു കഴിയുമ്പോൾ നമ്മൾ പലതിലോട്ടും മാറിപ്പോകും. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത, അവൻ പിതാവിൻ്റെ കൂടെ ആ ഉയർന്ന തലത്തിലിരുന്നു. ഇതിനകത്ത് ദൈവവുമായിട്ട് അടുത്ത ബന്ധമുള്ള ഒരു ദൈവ പൈതലാണോ ഞാനും നീയുമെങ്കിൽ ഇന്ന് മുതൽ പ്രാർത്ഥനയുടെ ഒരു ഉയർന്ന ലെവൽ. യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കണം. അതിൻ്റെ അർത്ഥം ഈ ഭൂമിയിൽ യേശു പ്രാർത്ഥനയിലിരുന്ന ഒരു ഉയർന്ന തലമുണ്ട്. ആ തലത്തിലേക്ക് ഇന്നും ഭൂമിയിൽ ആരും വന്നിട്ടില്ല. ഈ ആലപ്പുഴയിൽ ആരെങ്കിലും, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ആരെങ്കിലും ആ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മരിച്ചവരൊക്കെ ഉയർത്തെഴുന്നേൽക്കുന്നത് ഒരു സാധാരണ സംഭവമാകും. അത്ഭുതങ്ങൾ ഒരു സാധാരണ സംഭവമാകും. കടലിൻ്റെ മീതെ നടക്കുന്നത് ഒരു സാധാരണ സംഭവമാകും. 1 മണിക്കൂറത്തെ പ്രാർത്ഥനയല്ല ഞാൻ ഈ പറഞ്ഞത്, നമ്മുടെ 15 മിനിറ്റ് കുടുംബ പ്രാർത്ഥനയല്ല ഈ പറയുന്നത്, ഒരു മാസത്തിൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയല്ല പറഞ്ഞത്. ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും പിതാവിൻ്റെ കൂടെ യേശു ഇരുന്നത് പോലെ അതേ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, ഈ ഭൂമിയിൽ യേശു ആയിരുന്നപ്പോൾ ഇരുന്ന അതേ അളവിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം, യേശു ഇരുന്ന അതേ അളവിലുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം, യേശു പിതാവിൻ്റെ കൂടെ ഇരുന്ന അതേ അളവിൽ ഉള്ള ഒരു പ്രാർത്ഥനാ ജീവിതം. യേശു രാത്രി മുഴുവനും ഇരുന്നു. യാമങ്ങൾ 4 യാമങ്ങൾ സന്ധ്യയിൽ യേശു കടന്നുപോയി. രാത്രിയായി, യേശു പോയില്ല, ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പോയില്ല. പ്രഭാതയാമം വരെയും താനിരുന്നു. 4 യാമങ്ങൾ, അതായത് ഒരു രാത്രി മുഴുവനും 12 മണിക്കൂർ. ഒന്ന് പറഞ്ഞാൽ 6 മണിക്ക് യേശു മലയിലോട്ട് കയറിയിട്ട് വെളുപ്പിന് 6 മണിയായപ്പോൾ യേശു തിരിച്ച് കടലിലേക്ക് നടന്നു പോയി. യേശു പടകില്ലാതെ പോയി. യേശുവിന് ഉറപ്പാണ്, ഞാൻ പിതാവിൻ്റെ കൂടെ ഇരുന്നാൽ പിതാവിൻ്റെ ഗ്ലോറി, പിതാവിൻ്റെ ധൈര്യം, പിതാവിൻ്റെ കൃപകൾ, പിതാവിന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ എൻ്റെ മേൽ കടന്നു വരും. നമുക്കൊരു സ്നേഹിതൻ ഉണ്ടെങ്കിൽ, നമുക്ക് എന്ത് സ്നേഹിതന്മാരുണ്ടോ ആ സ്നേഹിതന്മാർക്കുള്ളതെല്ലാം നമ്മുടെ മേൽ വരും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞത്, നിന്റെ സ്നേഹിതൻ ആരെന്ന് എന്നോട് പറ, നീ ആരാണെന്ന് ഞാൻ നിന്നോട് പറയാം. നമ്മുടെ സ്നേഹിതർക്ക് എന്തെല്ലാം ഉണ്ടോ അത് നമ്മിലും ഉണ്ടാകും. അതുകൊണ്ടാണ് പത്രോസിനെ പിടിച്ചപ്പോൾ, യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയ കൂട്ടത്തിൽ പത്രോസ് അവനെ അനുഗമിച്ചപ്പോൾ, പിടിച്ചപ്പോൾ, നീ അവന്റെ കൂട്ടത്തിലുള്ളത് നിന്റെ ഉച്ചാരണം കേൾക്കുമ്പോഴറിയാം നീ അവന്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതായത് ആരുടെ കൂടെ നടക്കുന്നുവോ ആ ഗുണങ്ങളെല്ലാം കൂടെയുള്ളവരിലേക്കും കടന്നു വരും. നാം പിതാവിൻ്റെ കൂടെ ഇരുന്നാൽ ആ അളവിലുള്ള അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് കടന്നു വരും.
യേശു പിന്നീട് മലയിൽ നിന്ന് ഇറങ്ങിയത് പിതാവിൻ്റെ ആ അതേ നിറവിലാണ്. അവൻ കടലിന്റെ മീതെ നടക്കുന്നു. ഒരു ഭയവുമില്ല, ഒരു ഭയവുമില്ല. അതിനു മുമ്പ് ആരും തന്നെ കടലിന്റെ മീതെ നടന്നിട്ടില്ല. മോശയുടെ കാലത്ത് ചെങ്കടൽ രണ്ടായിട്ടുണ്ട്. ഏലിയാവിന്റെ കാലത്ത് യോർദാൻ രണ്ടായിട്ടുണ്ട്. ഏലിശ പിന്നീട് ആ യോർദാനെ രണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ ആരും കടലിന്റെ മീതെ നടന്നിട്ടില്ല. ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുവാൻ ഒറ്റ കാര്യം ഞാൻ നിങ്ങളോട്, ദൈവമക്കളോട് പറയാം. നിങ്ങൾ പിതാവിൻ്റെ കൂടെ യേശു ഇരുന്നത് പോലെ ഞാൻ ഇരുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കണം. എത്ര പേര് അതിനൊരു ആമേൻ പറയും? യേശു ഇരുന്ന ഒരു സ്ഥലം ഇന്ന് ഭൂമിയിൽ കാലിയായി കിടക്കുന്നു. ആ അളവിൽ ആരും കയറി ഇരുന്നിട്ടില്ല. പലരും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇരിക്കാറുണ്ട്. കുടുംബ കാര്യങ്ങൾക്ക് വേണ്ടി ഇരിക്കാറുണ്ട്. കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ആ സ്ഥലം ശൂന്യമായി കിടക്കുന്നു. എന്നാൽ യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമെന്ന് വെച്ചാൽ എപ്പോഴും പിതാവിൻ്റെ കൂടെ, എപ്പോഴും പിതാവിൻ്റെ കൂടെ. ഞാൻ ഇരുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, യേശു ഇരുന്നത് പോലെ പ്രാർത്ഥിക്കണം. ഞാൻ ദൈവമക്കളോട് പറയുന്നത് പ്രാർത്ഥനയെ കുറിച്ചാണ്. യേശു ഇരുന്ന ഇടം, ഉയർന്ന ഇടം, പിതാവിൻ്റെ കൂടെ എല്ലാ കൃപകളും ജ്വലിക്കുന്ന, എല്ലാ അഭിഷേകവും ജ്വലിക്കുന്ന ഒരു അനുഭവം നമ്മുടെ കൊച്ചു വീട്ടിനകത്ത്, പ്രാർത്ഥനാ പായക്കകത്ത് മാറിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കാര്യമാണ് ഞാൻ ദൈവമക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ വീട്ടിനകത്ത് സ്വർഗം തുറക്കുന്ന ഒരന്തരീക്ഷത്തെ നമുക്കുണ്ടാക്കാൻ കഴിയും. വർഷങ്ങളായി നടക്കാത്ത കാര്യങ്ങളെ ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയുന്ന ദൈവവുമായിട്ട് അടുത്തിടപഴകി ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശു പറയുന്നു, ഞാൻ ഇരുന്ന ഇടം, അതായത് പ്രെയർ ലെവൽ. യേശു ഇരുന്ന ലെവലിലേക്ക് നമ്മൾ മാറണം. ഒന്ന്, പ്രെയർ ലെവൽ. നമ്മുടെ പ്രെയർ ലെവൽ യേശു ഇരുന്ന ലെവലായി മാറണം. യേശുവും നമ്മളും ഒരേ നിലയിൽ വരണം. എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ നടക്കാത്തത്? എന്തുകൊണ്ടാണ് വിടുതലുകൾ നടക്കാത്തത്? ഇന്നും വിടുതലുകൾ ചെയ്യുവാൻ കർത്താവ് മതിയായവനാണ്. പക്ഷേ നമ്മുടെ മനസ്സിൽ അത്ഭുതങ്ങൾ എന്നുള്ളത് നമ്മൾ തുടച്ചു മാറ്റി. ഇല്ല, അത്ഭുതങ്ങളൊന്നും നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, സ്വർഗത്തിൽ ഒന്ന് പോയാൽ മതി. സ്വർഗത്തിൽ പോകുന്ന ഒരു അത്ഭുതമല്ലേ? ആണോ? സ്വർഗത്തിൽ പോകും, അത് ഉറപ്പാണ്, അതൊരു അത്ഭുതമാണ്. എന്താണ്? കല്ലറയിൽ നിന്ന് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നു. അതെത്ര വലിയ അത്ഭുതമാണ്. ഇനി കാഹളം ഇപ്പോൾ ധ്വനിച്ചാൽ ഈ ശരീരം പെട്ടെന്ന് അപ്രത്യക്ഷമായി ഒരു പുതിയ ശരീരം ഉണ്ടാകുന്നു. ഇത്രയും പാടുണ്ടോ നമ്മുടെ വീടിന്റെ സ്ഥിതി മാറാൻ? അത് വലിയൊരു അത്ഭുതമാണ്. ആ വലിയ അത്ഭുതത്തിൽ നമുക്ക് വിശ്വാസമാണ്. കാരണം എന്താണ്? അത് നമ്മൾ അറിയാതെ നടക്കുന്ന ഈ രണ്ട് അത്ഭുതവും, കല്ലറയിൽ നിന്ന് ഉയർക്കുന്നതും രൂപാന്തരപ്പെടുന്നതും, കാഹളം ധ്വനിക്കുമ്പോൾ രൂപാന്തരപ്പെടുന്നതും രണ്ടും നമ്മൾ അറിയാത്തതാണ്. ബാക്കി എല്ലാ അത്ഭുതങ്ങളും നമ്മളായിട്ട് ചെയ്യേണ്ട അത്ഭുതമാണ്. നമ്മൾ അത്ഭുതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അത്ഭുതങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. നമ്മുടെ വീട്ടിൽ നടക്കേണ്ട, ഓരോ ദിവസവും നടക്കേണ്ട അത്ഭുതങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുന്നു. കർത്താവ് വരും, ഞാൻ പറക്കും, അത് ഉറപ്പാണ്. കാരണം അതിൽ നമുക്ക് ഉത്തരവാദിത്വമില്ല. അത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. നമുക്കതിനകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. കല്ലറയിൽ നമുക്ക് വല്ല പരിപാടിയുണ്ടോ? കല്ലറയിൽ എന്താ ഉള്ളത്? കുറെ പുഴുവാണ്, ഒരു തലവട്ടിയും ഉണ്ട്. ഈ കാണുന്ന സൗന്ദര്യം വല്ലതും ഉണ്ടോ? ഇല്ല. അത് അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇനി കല്ലറയിൽ പോയില്ല, കർത്താവ് ഇപ്പോ വരികയാണെങ്കിൽ ഈ ശരീരം മാറ്റപ്പെടും. ഒരു പുതിയ തേജസ്സേറിയ ശരീരം. ലോക ചരിത്രത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ആ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ വീട്ടിൽ നടക്കേണ്ട അത്ഭുതങ്ങളും വിശ്വസിച്ചുകൂടെയോ എന്നാണ് ദൈവാത്മാവ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് അത്ഭുതങ്ങളെ വിശ്വസിച്ചുകൂടാ? ഇന്ന് എൻ്റെ വീട്ടിൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. യേശുവിന് പറയാനുള്ളത്, എനിക്ക് നാളെ രാവിലെ അത്ഭുതം കണ്ടേ മതിയാവൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പിതാവിൻ്റെ കൂടെ മണിക്കൂറുകൾ ഇരിക്കണം.
ഒറ്റ കാര്യം യേശുവിന് പറയാനുള്ള, പിതാവേ, ഞാൻ താഴോട്ട് ഇറങ്ങിച്ചെന്നാൽ എനിക്ക് അത്ഭുതങ്ങൾ കണ്ടേ മതിയാവും. എനിക്ക് താഴോട്ട് അത്ഭുതങ്ങൾ കാണാത്ത ഒരു ദിവസം എനിക്ക് വേണ്ട. യേശുവിന്റെ ജീവിതം നോക്കിയേ. യേശുവിന്റെ ഓരോ ദിവസങ്ങളും യേശു താഴ്വരയിലേക്ക് ചെന്നാൽ യേശുവിനെ തൊടുവാൻ ജനങ്ങൾ തിക്കി തിരക്കുകയാണ്. കാരണം എന്താണ്? ആമേൻ. യേശു ഇരുന്ന ഒരു നിലയുണ്ട്, ഒരു നിലവാരമുണ്ട്, പ്രാർത്ഥനയുടെ നിലവാരം. ഇന്ന് പകലിൽ നമ്മുടെ വീടുകളിൽ പ്രാർത്ഥനയുടെ നിലവാരം ഞാനും നിങ്ങൾ ഉയർത്തിയാൽ, താഴോട്ട് പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് അത്ഭുതങ്ങൾ കാണാൻ മാത്രമായിരിക്കും. ഞാൻ ഈ മാർച്ച് മാസത്തിൽ പിശാചിനെ വെല്ലുവിളിക്കുന്നു. പിശാചെ, ഞങ്ങൾ യേശു ഇരുന്നത് പോലെ അതേ അളവിൽ ഇരിക്കാൻ പോവുകയാണ്. ഓരോ മനഘടകജഗസ്യ, നിങ്ങൾ കൈകളടിച്ചതിനെ പ്രാപിച്ചേ. ഇന്ന് വരെ ഇരിക്കാത്ത അളവിലേക്ക് യേശുവിന്റെ നാമത്തിൽ സഭ പ്രാർത്ഥനയിൽ ഇരിക്കാൻ പോവുകയാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും. അപ്പൊ യേശു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇരുന്ന ഇടമേതാണ്? എന്റെ ഭാഷ, ഇവിടെ ഒരു മലയുണ്ടായിരുന്നെങ്കിൽ പോയി ഇരിക്കാമായിരുന്നു. ഇവിടെ നിർജ്ജന സ്ഥലവുമില്ല, ഇവിടെ മുഴുവൻ കോളനിയാണ്. എല്ലായിടത്തും 3 സെന്റ് 2 സെന്റ്. എവിടെ പോയിരിക്കുമെന്നാണ്? നിങ്ങളുടെ കൊച്ചു വീട്ടിനകത്ത് നിങ്ങൾ മാറി ആ താഴോട്ടങ്ങോട്ട് ഇരിക്കാമോ? അതാണ് നിങ്ങളുടെ ഉയർന്ന മല. യേശു ഇരുന്ന അതേ തലത്തിൽ നമുക്ക് നമ്മുടെ കൊച്ചു വീട്ടിനകത്തിരിക്കാൻ കഴിയും. രാത്രികളിൽ ഇരിക്കാനുള്ള അഭിഷേകവും അതിനുള്ള കൃപയും ദൈവം നമുക്ക് തരും. നമുക്ക് ഇരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ആമേ, നമുക്ക് ഇരിക്കാൻ കഴിയും. യേശുവിന്റെ ഏറ്റവും വലിയ വിജയരഹസ്യം എന്താണ്? ആമേ, പിതാവിന്റെ കൂടെ ഒപ്പത്തിനൊപ്പം ഇരിക്കുമായിരുന്നു. പിതാവ് എപ്പോഴും തയ്യാറാണ് നമ്മുടെ കൂടെ ഇരിക്കുവാൻ. ആ അളവിലേക്ക് യേശു ഈ ഭൂമിയിൽ വെച്ച് പിതാവിന്റെ കൂടെ ഇരുന്ന അതേ അളവിൽ കയറി ഇരിക്കുവാൻ നമ്മെ യേശു ആരാക്കി മാറ്റി? മക്കളാക്കി മാറ്റി. റോമാലേഖനം 8:29 എന്താണ്? യേശു ഏകജാതനായിരുന്നു, എന്നാൽ യേശു ആദ്യജാതനായി മാറി. റോമർ 8:29 മുതൽ വായിച്ചേ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്. യേശു ഇപ്പോൾ ആരായി മാറി? അനേക സഹോദരന്മാരിൽ ആദ്യജാതനായി മാറി. ആകേണ്ടതിന് എന്ത് ചെയ്തു? മുന്നറിഞ്ഞവരെ അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകും. അവന്റെ അതേ രീതിയിലേക്ക്. ആ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? യേശു ആയിരുന്ന അതേ നിലയിലേക്ക്, ആ നിലയിലേക്ക് കൊണ്ടുവരുന്നു, അനുരൂപരാക്കുന്നു. യേശു ആയിരുന്നത് പോലെ നമ്മെ ആക്കിയെടുക്കുന്നു. അവന്റെ സ്വരൂപത്തോട് യേശു ഈ ഭൂമിയിൽ എങ്ങനെ ഇരുന്നുവോ അതുപോലെ നമ്മെ പിടിച്ചിരുത്തുന്നു. ഇത് നിങ്ങളോട് പറയണമെന്ന് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു. യേശു ആയിരുന്ന അതേ അളവിലേക്ക് നാം കയറി വന്നിരുന്നാൽ ഇന്ന് വരെ കാണാത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും. നമ്മളൊരു വീട്ടിലോട്ട് ചെന്നാൽ അവിടെ അത്ഭുതമായിരിക്കും. നമ്മൾ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ വിടുതലായിരിക്കും. ഇന്ന് വരെ കാണാത്ത മഹാ അത്ഭുതങ്ങൾ ഓരോ ദിവസവും കാണേണ്ടവരാണ് നാം. ഇത് കാണാതെ പോവുകയാണ്. ഈ വർഷം തുറന്നിട്ടും 2 മാസത്തിലെ 60ഓളം ദിവസങ്ങളിൽ അത്ഭുതങ്ങൾ കാണാതെ പോയെങ്കിൽ സാരമില്ല. പക്ഷെ ഇന്ന് മുതൽ കർത്താവ് ഒരു അവസരം തരികയാണ്. അവൻ മുന്നറിഞ്ഞവരെ. ആരാണ്? നമ്മെ മുന്നമേ, ലോക സ്ഥാപനത്തിന് മുന്നമേ, ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുന്നമേ അവൻ നമ്മെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുത്തെന്ന്. മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ, ഇവിടെ ഇരിക്കുന്ന അനേക സഹോദരി സഹോദരന്മാരിൽ ആദ്യജാതനായി. യേശു ഇപ്പോൾ ഏകജാതനല്ല, പിന്നെ ആരാ? ആദ്യജാതനായി. യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം എറിഞ്ഞു തന്നു. എന്റെ മോനെ എടുത്തോ, നിങ്ങൾ തല്ലേ കൊല്ലേ എന്ത് വേണമെങ്കിലും ചെയ്തോ. നിങ്ങൾ എത്ര തല്ലിയാലും കൊന്നാലും അവൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അവന് ജീവൻ കൊടുക്കാൻ മാത്രമല്ല, അവന് തിരികെ പ്രാപിക്കാനും കഴിയും. അവൻ എന്റെ മകനാണ്. നിങ്ങൾ അവനെ ബോധിച്ചതുപോലെ ചെയ്തോ. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. നമ്മൾ ഓർക്കും, ദൈവത്തിന് മനസാക്ഷിയില്ലേ? സ്വന്തം മകനെ അടിയൊക്കെ കൊള്ളുമ്പോൾ പുത്രൻ ക്രൂശിൽ കിടന്ന് നിലവിളിക്കുന്ന, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ദൈവം ക്രൂശിൽ യേശുവിനെ കൈവിട്ടു. പിതാവിന് ഉറപ്പാണ്, എന്റെ മകനാണ്.
എൻ്റെ സ്വരൂപമാണ്. തകർന്നാലും സ്വയമായിട്ട് വീണ്ടും പുറത്തു വരും. എത്ര തകർച്ചയിൽ നിന്നും പുറത്തു വരുവാൻ എനിക്ക് കഴിയുമെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ മകനും കഴിയും. അതാണ് എൻ്റെ സ്വരൂപമാണ്. ഞാൻ ചിലരോട് ചില വെളിപ്പാടുകൾ പറയാണ്. എൻ്റെ സ്വരൂപമാണ് എൻ്റെ മകന്. ഞാൻ അവനെ തകർക്കാനിട്ടാൽ ആ തകർച്ചയിൽ നിന്ന് അവൻ തകർച്ചകളെ തകർത്തുകൊണ്ട് പുറത്തു വരും. അതാണ് എൻ്റെ ഏകജാതൻ. എൻ്റെ ഏകജാതന്റെ പ്രത്യേകത അതാണ്. എത്ര പേര് അതിന് ആമേൻ പറയും? ആമേൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയെന്ന്. യേശു ക്രിസ്തുവിനെ എന്തുകൊണ്ട് ദൈവം മാനവജാതിയായ നമുക്ക് വേണ്ടി തന്നു? ക്രൂശിൽ തകർക്കാൻ തന്നു. എത്ര തകർത്താലും അവൻ തകർന്നു പോകത്തില്ല. എത്ര അടിച്ചാലും അവൻ തീർന്നു പോകത്തില്ല. അവനേറ്റ അടികൾ മുഴുവനും നമ്മുടെ സൗഖ്യമായി മാറി. അവന്റെ തകർച്ച മുഴുവനും നമുക്ക് വേണ്ടിയുള്ള പണിയായി മാറി. എല്ലാം നന്മയായി മാറി. അതാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കാണ്. എല്ലാം നന്മയ്ക്കാണ്. യേശുവിന് എല്ലാം നന്മയായി മാറി. യേശുവിനെ തകർത്തത്, യേശുവിനെ തുപ്പിയത്, യേശുവിനെ മുഷ്ടി ചുരുട്ടി ഇടിച്ചത് എല്ലാം നന്മയായി. അന്ന് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് ഏകജാതൻ. എന്നാൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ യേശു ആരായി മാറി? യേശു മൂത്ത മകനായി മാറി, ആദ്യം ജനിച്ചവനായി മാറി. നമുക്കൊരു കുഞ്ഞുള്ള കാലത്ത് ഏക പൈതൽ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കൊച്ചു ജനിച്ചപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെ നമ്മൾ എന്ത് വിളിച്ചു? മൂത്തത്. അല്ലെങ്കിലോ ഒരു കുഞ്ഞുള്ളവര് പറയോ എന്റെ മൂത്ത മോനാണിത്? ഒരേ ഒരു കുഞ്ഞുമായിട്ട് നടന്നിട്ട് പറയും ഇതെന്റെ മൂത്ത മോളാ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വേറെ കുഞ്ഞുണ്ടെന്നല്ലേ അർത്ഥം. യേശു എന്നത് പിതാവിന്റെ ഏകജാതനായിരുന്നു. എന്നാൽ കോതമ്പ് മണി നിലത്ത് വീണ് ചത്തു. അതേ അനേക വിളവുണ്ടായി. ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവിന്റെ മക്കളായി മാറി. ഇന്ന് നമ്മുടെ സ്വരൂപം ഏതാണ്? യേശുവിനെ പോലെ തന്നെ. പിശാച് നമ്മെ നോക്കി പല്ലിളിക്കുന്നതിന്റെ കാര്യം എന്താണ്? പിശാചിന് നമ്മോട് ഇത്ര ദേഷ്യത്തിന്റെ കാരണം എന്താണ്? നാം ആരെ പോലെ ഇരിക്കുന്നു? നാം ഇപ്പോൾ നേരത്തെ ആരെ പോലെ ആയിരുന്നു? ആ തനി സ്വരൂപമായിരുന്നു. അതേ സ്വരൂപമായിരുന്നു. വീട്ടിലൊക്കെ ചെല്ലുമ്പോ ഇപ്പോഴും ആ പഴയ സ്വരൂപം പലർക്കും വരാറുണ്ടല്ലേ? ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ അല്ലേ? ഇടക്ക് നമുക്ക് പിശാചിന്റെ സ്വരൂപം വരാറുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞേക്ക്. സ്തോത്രം. നാം മുഴുവനുമായിട്ട് ആരുടെ സ്വരൂപമാണ്? യേശുവിനെ സ്വീകരിച്ചവർക്ക് ഒരൊറ്റ സ്വരൂപമേ ഉള്ളൂ. നമ്മുടെ പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതിയ സ്വരൂപമാണ്. യേശു ക്രിസ്തുവിന്റെ സ്വരൂപമാണ്. ഈ വാക്യം ഒന്നുകൂടി വായിച്ചേ. റോമർ 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. അപ്പൊ പുത്രൻ ഈ ഭൂമിയിൽ വന്നിട്ട് എന്ത് ചെയ്തു? പിതാവിന്റെ ഒപ്പത്തിനൊപ്പം ഇരുന്നു. മലകളിലിരുന്നു, നിർജ്ജന സ്ഥലത്തിരുന്നു. അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ താൻ ഇറങ്ങിപ്പോയി. ഈ ഭൂമിയിലേക്ക് വന്നിട്ട് യേശു ഈ ലോകത്തോട് ഇഴുകിച്ചേർന്നില്ല. പിശാച് പല മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞു. ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം, നീ ഒന്ന് കുനിഞ്ഞാ മതി, ഒന്ന് നമസ്കരിച്ചാൽ മതി. യേശു പറഞ്ഞു, എന്ത് പറഞ്ഞു കാണും? എടാ, കുനിഞ്ഞ് അല്ല ഞാനിത് സ്വന്തമാക്കുന്നത്, നിന്നെ കുനിയിച്ച് ഞാനത് സ്വന്തമാക്കി. വാഴ്ചകളെ അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കുനിയിച്ച്. ഹല്ലേലൂയ. യേശു എന്തിനാണ് പ്രാർത്ഥിച്ചത്? എടാ പിശാചേ, വെറുതെ കിട്ടുന്ന ഓഫറുകളൊന്നും വേണ്ട, വെറുതെ കിട്ടുന്ന ഓഫറുകളൊന്നും വേണ്ട. പലരും പ്രാർത്ഥിച്ച് ബൈബിളിൽ കൊണ്ടുവന്ന് ലോട്ടറി വെക്കാറുണ്ട്. എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ആയിത്തീരാനുള്ളതല്ല, പക്ഷെ നമ്മൾ ആയിത്തീരേണ്ടത് നാം ആയിത്തീരുക തന്നെ ചെയ്യും. നാം സമ്പന്നരാകാൻ ദൈവം തിരഞ്ഞെടുത്തെങ്കിൽ നാം സമ്പന്നരാകണം. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നാം സൗഖ്യമാകാൻ തന്നെയാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. നാം ഉയർച്ച പ്രാപിക്കാൻ തന്നെയാണ് കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ഈ സത്യം ദൈവമക്കൾ അറിയണം. സ്വർഗത്തിൽ ഒന്ന് പോയാൽ മതി. ഇവിടെ ഇനി കുടുംബജീവിതത്തിൽ അച്ചായനെ ഇനി നന്നാക്കാനൊന്നും
ഈ പ്രാർത്ഥന മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ഒടുവിൽ അതും കൂടി പറയുമ്പോഴാണ് നമ്മൾ ഈ പ്രാർത്ഥിച്ചതിന്റെ ഫലം മുഴുവനും നഷ്ടപ്പെടുന്നു. യേശു പറഞ്ഞു, പ്രാർത്ഥിച്ച ശേഷം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ. ഓരോ പ്രാർത്ഥന കഴിയുമ്പോൾ അത് ലഭിച്ചതുപോലെ ആയിരിക്കണം നമ്മുടെ സംഭാഷണങ്ങൾ. ഇന്നത് നടക്കും, ഇന്നത് നടക്കും, ഇന്നത് നടക്കും. ഇന്ന് നടന്നില്ലെങ്കിൽ നാളെ നേരം വെളുക്കുമ്പോൾ, നാളെ ഏത് ദിവസമാണ്? നാളെ നേരം വെളുക്കുമ്പോൾ നാളത്തെ ദിവസം എന്താണ്? ഇന്ന്. നാളെ നമ്മൾ എന്ത് പറയും? ഇന്ന്. മറ്റന്നാൾ നാളെ നടന്നില്ലെങ്കിൽ മറ്റന്നാൾ അന്നത്തെ ദിവസം എന്താ? അന്നത്തെ ദിവസം നമുക്ക് ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ ഇന്നെന്ന് പറഞ്ഞു. ഇന്നലെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ നാളെ എന്നാ പറഞ്ഞത്. പക്ഷേ ഈ ദിവസം നമ്മൾ എത്തി. ഇന്നെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതാണ്. ഇന്ന് എന്ന് പറയുന്ന ദിവസം, ഇത് ദൈവം ഉണ്ടാക്കിയ ദിവസം. ഓരോ ദിവസങ്ങളും ആരുണ്ടാക്കിയതാണ്? പിശാച് ഉണ്ടാക്കിയ ഒരു ദിവസമുണ്ടോ? ഇല്ല. അങ്ങനെയെങ്കിൽ ദൈവം ഉണ്ടാക്കിയ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അനുരൂപരായി തീർന്നവർ ആ ദിവസത്തെ വാഴും, ആ ദിവസത്തെ ആഘോഷിക്കും, ആ ദിവസത്തിൽ ആനന്ദിക്കും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഓരോ ദിവസങ്ങളും അത്ഭുതങ്ങൾ കാണാൻ തന്നെയാണ് കർത്താവ് നമ്മെ വിളിച്ചത്. ഇവിടെ നമ്മൾ വായിച്ചത്, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ. അവന്റെ സ്വരൂപം എന്താണ്? അവൻ പ്രാർത്ഥിച്ചതുപോലെ തന്നെ. പത്രോസ് പ്രാർത്ഥിച്ചതുപോലെ അല്ല. പൗലോസ് രാപ്പകൽ കണ്ണുനീർ വാർത്തു, അതുമല്ല. യാക്കോബ് മല്ല് പിടിച്ചു, അതുമല്ല. അബ്രഹാം പ്രാർത്ഥിച്ചു, അതുമല്ല. മോശ 40 ദിവസം പർവ്വതത്തിൽ ഇരുന്നു, അതുമല്ല. മോശ 40 ദിവസം പർവ്വതത്തിൽ ഇരുന്നപ്പോൾ എന്റെ ദൈവമേ എന്നാ വിളിച്ചത്. പക്ഷേ യേശു ഇരുന്നത് പോലെ ഇരിക്കണം. യേശുവിനെ പോലെ ഇരിക്കുവാൻ ഭൂമിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം. അതായത് യേശുവിന്റെ അതേ നിലയിൽ ഞാൻ ഇരിക്കുന്നിടത്ത്. അതിന്റെ അർത്ഥം, യേശു പോയ ശേഷം യേശു ഇരുന്ന ഒരു വേക്കൻസി അവൾ കാലിയായി കിടക്കുകയാണ്. അവിടെ കയറി ഇരിക്കുവാൻ, പ്രാർത്ഥന എന്ന ആ തലത്തിലോട്ട് കയറി ഇരിക്കുവാൻ അനേകരെ കർത്താവ് നോക്കുകയാണ്. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരുന്നാൽ ഞാൻ നടന്നതുപോലെ കടലിന്റെ മീതെ നടക്കുവാൻ നിങ്ങൾക്ക് കഴിയും. യേശു ഇരുന്നത് പോലെ പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ, അതാണ് യേശുവിന്റെ സ്വരൂപം. യേശുവിന്റെ സ്വരൂപം, യേശുവിനെ പോലെ ആകുക എന്ന് പറഞ്ഞാൽ, യേശുവിന്റെ സ്വരൂപത്തിലേക്ക് ആകുക എന്ന് പറഞ്ഞാൽ, യേശു ആയിരുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഭൂമിയിലായിരിക്കാൻ കഴിയും. എന്റെ പാസ്റ്റേ, കുടുംബജീവിതമുണ്ട്, പിള്ളേരുണ്ട്, 100 കണക്കിന് കാര്യങ്ങളുണ്ട്, തീരാത്ത ജോലിയുണ്ട്, എന്തോരം തുണി അലക്കണം, വീട്ടുമുറ്റത്തെ പുല്ല് പറിക്കാൻ പോലും സമയം കിട്ടുന്നില്ല, എത്ര പണികള്, വീടാണെങ്കിൽ ചോരുന്നു. പിന്നെ എന്തൊക്കെയാ പറയാനുണ്ട്? ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ഒറ്റക്ക് ഇതെല്ലാം ചുമക്കണം, എനിക്കെവിടെ നേരം? നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ യേശുവിനെ ഉള്ളത്രയും തിരക്കാർക്കെങ്കിലും ഉണ്ടോ? യേശുവിന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, എന്തോരം ജനങ്ങളാണ്, എന്തോരം പേർക്ക് ഫുഡ് കൊടുക്കണം, എന്തോരം പേരാണ് എൻ്റെ ചുറ്റും, അവരെന്നെ തൊടാൻ വരുന്നു, ഇത്രയും രോഗി വരുന്നു, ആ രോഗി വരുന്നു, അത്രയും രോഗികൾ വരുന്നു, കുഷ്ഠരോഗികൾ വരുന്നു, തളർവാദ രോഗികൾ വരുന്നു, ചന്ദ്രരോഗികൾ വരുന്നു, എനിക്ക് ഗദരദേശത്തേക്ക് പോകണം, ഭൂതം ബാധിച്ചവരുണ്ട്, എനിക്ക് പിതാവെ അങ്ങയുടെ കൂടെ ഇരിക്കാൻ ഒട്ടും നേരമില്ല എന്ന് പറയാമായിരുന്നു. എന്നാൽ അവന്റെ സ്വരൂപമെന്ന് വച്ചാൽ തിരക്കുകൾ കൂടുമ്പോൾ അവൻ പിതാവിന്റെ അരികിലേക്ക് പോകും. നമ്മുടെ തിരക്കുകളിൽ നമ്മെ ശക്തീകരിക്കുന്നത്, നമ്മുടെ തിരക്കുകളെ ലളിതമാക്കുന്നത് പിതാവിന്റെ കൂടെ ഇരുന്ന് നാം പ്രാപിക്കുന്ന ദൈവശക്തിയാണ്. ദൈവശക്തിയുള്ളവർക്ക് ഭാരം ലളിതമാകും. അതുകൊണ്ട് യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വാ, ഞാൻ ലളിതമാക്കി തരാം. എന്താണ്? എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ ഇരിക്കുന്നത് പോലെ നിങ്ങളെ ഞാൻ ഇരുത്താൻ പഠിപ്പിക്കാം. ഞാൻ ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കണം. യേശുവിന്റെ ആഗ്രഹം അതാണ്. മർക്കോസ് 3:13 എന്താണ്? അവൻ 12 പേരെ തിരഞ്ഞെടുത്ത് എന്തിനാണ്? തന്നോടുകൂടെ ഇരിപ്പാൻ,
താൻ എവിടെ ഇരിക്കുന്നുവോ അവിടെ അതേപോലെ ഇരിക്കുവാൻ അവൻ 12 പേരെ തിരഞ്ഞെടുത്തു. യേശു ഇരിക്കുന്നത് പോലെ. അപ്പോസ്തലന്മാർക്ക് അത് മനസ്സിലായി. അവർ യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ തുടങ്ങി. യേശു സ്വർഗത്തിലേക്ക് പോയിട്ടും അവരുടെ പ്രാർത്ഥനാ ജീവിതം അവർ വർദ്ധിപ്പിച്ചു. 10 ദിവസം ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. എന്നിട്ടും അവരുടെ ഇരിപ്പ് നിർത്തിയില്ല. 1 മണിക്കൂർ പോലെ ഇരിക്കാത്തവർ, 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ ഇരുന്നിട്ട് കണ്ണുകൾക്ക് ഭാരമേറി മറിഞ്ഞു വീണ് കിടന്നുറങ്ങിയവർ, ഗദസമനയിൽ പോലും ഉറങ്ങിയവർ, മറുരൂപമലയിൽ ഉറങ്ങിയവർ ഇപ്പോൾ യേശു ഇരിക്കുന്നത് പോലെ ഇരിക്കാൻ തുടങ്ങി. അവരുടെ നിഴലുകൾ പോലും അത്ഭുതമായി മാറി. അവർ പോകുന്നിടത്ത് അത്ഭുതങ്ങൾ നടന്നു. തബീത എന്ന ഒരു സ്ത്രീയെ ഉയർപ്പിക്കുവാൻ പത്രോസ് വളരെ ലളിതമായി യേശുവിനെ പോലെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. കാരണം യേശു ഇരിക്കുന്നത് പോലെ അവരെ ഇരുത്തി. മർക്കോസ് 3:13 ഒന്ന് വായിച്ചേ. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോടുകൂടി ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും 12 നിയമിച്ചു. യേശു എന്ത് ചെയ്യുന്നുവോ അത് മുഴുവനും ചെയ്യാനാണ് യേശു പലരെ തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ യേശു തെരഞ്ഞെടുത്ത എത്ര പേരുണ്ട്? ഇതിന് തന്നെയാണ്. അന്ന് 12 പേരെ തെരഞ്ഞെടുത്തു. ഇവിടെ 100-400 പേര് ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാവരെയും തെരഞ്ഞെടുത്തത് യേശുവിനെ പോലെ തന്നെ ആകാനാണ്. അതായത് സ്വന്തം കഴിവുകൊണ്ട് അധ്വാനിച്ച് പരാജയപ്പെട്ടവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ ലളിതമാക്കി തരാം, ജീവിതം ലളിതമാക്കി തരാം. എൻ്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ. നിങ്ങളുടെ ഭാരമെല്ലാം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഇറക്കി വെക്ക്. ഞാൻ നിങ്ങൾക്ക് വേറൊരു ഭാരം തരാം, ആത്മഭാരം, അഭിഷേകത്തിൻ്റെ ഭാരം. നിങ്ങളുടെ മേൽ ഞാൻ അഭിഷേകത്തിൻ്റെ ഭാരം തരാം. ഈ അഭിഷേകത്തിൻ്റെ ഭാരം നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ നുഖങ്ങളെ ഒടിച്ചു കളയും, ഭൂതങ്ങളെ പുറത്താക്കും, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും, നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കും, നിങ്ങൾ പോകുന്നിടത്ത് ജയം കാണും. നിങ്ങൾക്കൊന്നും അസാധ്യമല്ല. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞു. ഒന്നും അസാധ്യമല്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് എല്ലാം സാധ്യമാണ്. ഇന്ന് ഈ പുതിയ മാസത്തിൻ്റെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഈ ദിവസങ്ങളിൽ നമ്മൾ അത്ഭുതങ്ങൾ കാണും. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ പറയാൻ തുടങ്ങി, ഈ വർഷം നമ്മൾ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. ഈ മാസം നമ്മൾ വിടുതൽ കാണാൻ പോവുകയാണ്. പിശാചിനറിയാം ഇവർ മുന്നോട്ട് പോകാൻ പോവുകയാണ്, എങ്ങനെയും എതിർക്കണം. എന്നാൽ അതിനെ വെല്ലുന്ന ഒരു അഭിഷേകത്തോടെ, അതിനെ വെല്ലുന്ന ഒരു പ്രാർത്ഥനയോടെ നമ്മൾ അതിനെ പൊളിച്ചു കളയും. അല്പസമയം കൈകളടിച്ചുകൊണ്ട് ഈ മാസം വരുന്ന സകല കാറ്റിനെയും സകല കോളിനെയും നമ്മൾ അടക്കാൻ പോവുകയാണ്. അതായത് പ്രതിബന്ധങ്ങളെ അതിജീവിക്കുന്ന ഒരഭിഷേകമില്ലാതെ നീ മലയിൽ നിന്ന് ഇറങ്ങരുത്, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങരുത്. അതുപോലെ ചിലരെ മണിക്കൂറുകൾ ആത്മനിറവിൽ കർത്താവ് ഇരുത്താൻ പോവുകയാണ്. എന്തിനാണെന്നറിയാമോ? നീ കടലിന്റെ മീതെ നടക്കും, നീ കൊടുങ്കാറ്റിനെ അടക്കും, നിന്റെ മുൻപിലുള്ള തിരമാലകളെ നീ നിന്റെ കാലിന്റെ കീഴെയാക്കും. കഴിഞ്ഞ നാളുകൾ നിന്റെ മീതെ ഉയർന്നതിനെ നീ നിന്റെ കാലിന്റെ കീഴെയാക്കാനുള്ള ഒരു അഭിഷേകത്തിലേക്ക് നീ വളരാൻ പോവുകയാണ്. യേശു ഇരിക്കുന്നിടത്ത് നീയും കയറിയിരിക്കുക.